അസ്സലാമു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ജിദ്ദയിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മളൊരു കമ്പനിക്കാരനെ യാത്രയാക്കിയതിന് ശേഷം തിരിച്ചു വരുന്ന വെഹിക്കലാണ്. അതുപോലെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മളെ വീഡിയോ കാണുന്നത് എങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലെ ബെല്ലൈക്കൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ചെയ്യുന്ന നല്ല നല്ല യാത്രാ സംബന്ധമായ വീഡിയോകളും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും സ്പോർട്സ് ഐറ്റംസ് ആണെങ്കിലും 3 വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ 3 വീഡിയോയും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അദ്ദേഹം ആക്കിയതിന് ശേഷം തിരിച്ചു പോവുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫേമസ് ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ചെറിയൊരു മഴ ചാറുന്നുണ്ട് ഗൈസ്. രണ്ട് സൈഡിലും നല്ല നല്ല ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ നല്ല നല്ല റോഡുകളും നമുക്ക് കാണാൻ സാധിക്കും. അത് പിന്നെ ഏത് ഗൾഫ് രാജ്യത്ത് പോയാലും അവിടുത്തെ ഒരു പ്രത്യേകത ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ റോഡുകളും ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ അവിടുത്തെ ഗതാഗത സൗകര്യങ്ങളായിരിക്കും. അത് എപ്പോഴും ഒരു പറ്റം നാട്ടുകളിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബെറ്ററാണ് ഇവിടുത്തെ ഗതാഗത സംവിധാനങ്ങളെല്ലാം. ഒന്നാമത് പറയാൻ ഇവിടുത്തെ മഴ പെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും നല്ലൊരു ക്വാളിറ്റിയിൽ ഇവിടുത്തെ റോഡുകളും മറ്റു കാര്യങ്ങളെല്ലാം നിലനിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ 6 മാസം മഴയും 6 മാസം വെയിലായതുകൊണ്ട് കൂടുതലും ഈ മഴ പെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ റോഡുകളൊക്കെ കേടാനുള്ള കാരണം. ഇവിടെ അത് കുറവായതുകൊണ്ട് തന്നെ ഇവിടുത്തെ റോഡുകളൊക്കെ ഹൈ ക്വാളിറ്റിയിലാണ്. പിന്നെ കേസ് അതൊന്നുമല്ല നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഗസ്റ്റോ കിച്ചൺ എന്ന് പറയുന്ന ഒരു അടിപൊളി ഹോട്ടൽ ഇവിടെയുണ്ട്. അത് പണ്ടേയുള്ള ഹോട്ടലാണ്, കുറച്ചും കൂടി ഒന്ന് ന്യൂ വർക്കൊക്കെ ചെയ്ത് അവർ പുതിയ ഐറ്റംസൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ നമ്മുടെ ഫ്രണ്ട്സെല്ലാം പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതാ നമ്മളങ്ങോട്ട് തിരിച്ചിട്ടാണ് ഷാർജ സിറ്റീൻ്റെ ലാസ്റ്റാണ്. നമ്മൾ വണ്ടി അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ എവിടെയെങ്കിലും ഒരു പാർക്കിംഗ് നോക്കി അവിടെ ഇറങ്ങിയതിന് ശേഷം ഇൻഷാ അല്ലാ അത് ഹോട്ടൽ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തി തരും ഇൻഷാ അല്ലാ. നമ്മളെ വണ്ടി നമ്മൾ പാർക്കിംഗ് തരികയാണ് ഗൈസ്. ഇൻഷാ അല്ലാ അവിടെ ആണെങ്കിൽ പാർക്കിംഗ് കിട്ടുമെന്ന് വിചാരിക്കും. ഇവിടെയൊക്കെ ഇപ്പോൾ നിലവിൽ എല്ലാ സൈഡിലും ഇപ്പോൾ പെയ്ഡ് പാർക്കിംഗ് ആണ്. അതുകൊണ്ട് വണ്ടി നിർത്തുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് പോയി ഭക്ഷണം കഴിച്ച് തിരിച്ച് വരരുത്. കാരണം തിരിച്ച് വരുമ്പോൾ വണ്ടി ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഒന്നിക്ക് നിങ്ങൾ പെയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ എവിടെയാണോ ഫീ പാർക്ക് നോക്കിയിട്ട് ശേഷം അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം മാത്രം ഹോട്ടലിലേക്ക് ഇറങ്ങിയാൽ മതി. ഏകദേശം നമ്മൾ പറഞ്ഞ ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. ഗസ്റ്റോ കിച്ചൺ ജിദ്ദയിൽ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് പോകുന്നത് നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ഒരു മലയാളി ഹോട്ടലാണ്. തീർച്ചയായിട്ടും നല്ലൊരു റേറ്റും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം നമുക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റാണ്. എത്തി ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ഗസ്റ്റോ കിച്ചൺ. മത്താം ഗസ്റ്റോ എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അറബിയിൽ നമ്മൾ ഹോട്ടലിന് പറയുന്ന പേരാണ് മത്താം. തീർച്ചയായിട്ടും ആ ഹോട്ടലിൻ്റെ നേരെ മുമ്പ് തന്നെ നമുക്ക് പാർക്കിങ്ങുള്ള ഒരു സീറ്റ് അവിടെ ഒഴിവാണ് ഗൈസ്. അറിവും നമുക്ക് വേണ്ടി കരുതി വെച്ച പോലെ. തീർച്ചയായിട്ടും നമ്മളെ ഉസ്താദ് ഷബീബ് ഖാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്യാണ്. ഇതാ നമ്മൾ ഗ്ലാസ് കയറ്റി വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അതിനുശേഷം നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ സൂപ്പർ മാർക്കറ്റുകളും ഉപകാരങ്ങളും അങ്ങനത്തെ ചെറിയൊരു ഷോറൂമും എല്ലാം ഉണ്ട്. നമുക്കിനി ഇവിടുത്തെ പ്രൈസ് കുറച്ച് കൂടുതലാണെങ്കിൽ പുറത്തുനിന്നൊരു പെപ്സിയൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഫാമിലിയൊക്കെ ഇവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് പോകാം. മത്താം ഗസ്റ്റോ. ഹായ് ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയൊരു പൂന്തോട്ടം. തീർച്ചയായിട്ടും ഇതാ ഗസ്റ്റോ കിച്ചൻ്റെ മുന്നിൽ നമുക്കായിട്ട് ഒരു ഗ്രീൻ ഗാർഡൻ തന്നെ അവർ നമുക്കായി സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ നമ്മളെ ആകർഷിക്കാനും ഫാമിലിയെ ആകർഷിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്ത ഒരു ഗ്രീൻ ഗാർഡൻ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാം പൂവൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. സൗദിയെ സംബന്ധിച്ച് ഇവിടെ ഹോട്ടലൊന്നും കാണാത്തൊരു കേസ്. നമുക്ക് ഹോട്ടലിലേക്ക് കയറി കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഗസ്റ്റോ കിച്ചൺ ഇതാ നമ്മൾ കയറുകയാണ് ഗൈസ്. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് ആ ഹോട്ടലിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. തീർച്ചയായിട്ടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഡീസൻ്റ് ആണ്. ഇവിടുത്തെ ഒരുവിധ ഹോട്ടലുകളൊക്കെ നീറ്റ് ആൻഡ് ഡീസൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ വലിയ പണി നമ്മൾ സാധനങ്ങൾ എത്തി തുടങ്ങി. ആദ്യം തന്നെ ഇടിയപ്പമാണ് എത്തിയിരിക്കുന്നത്. ഇടിയപ്പല്ല, ഇതിൻ്റെ പേരെന്താണ് എനിക്ക് അറിയില്ല. ഇതൊരപ്പാണ്. തീർച്ചയായിട്ടും അടുത്ത ഐറ്റംസ് നമുക്ക് വന്നിട്ടുണ്ട്. അതാ വന്നിരിക്കുന്നത് നൂൽ പൊറാട്ട. ഇപ്പം നമ്മുടെ നാട്ടിലും സുലഭമാണ് നൂൽ പൊറാട്ട. അടിപൊളി പൊറാട്ടയാണ്. അടുത്ത ഐറ്റം കുട്ടിക്കാച്ചി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആവോലി പൊള്ളിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും ആവോലി പൊള്ളിച്ചത്. മീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക, ഒരു ആവോലി പൊള്ളിച്ചത് വാങ്ങുക. തീർച്ചയായിട്ടും അതിൻ്റെ അടുത്തൊരു ഐറ്റം വരാനുണ്ട്. അത് കണ്ടാൽ തീർച്ചയായിട്ടും ഞെട്ടും ഗൈസ്. നമ്മളെ നാട്ടിൽ കിട്ടാത്തൊരു ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ആവോലി പൊള്ളിച്ചൊക്കെ നമ്മുടെ നാട്ടിൽ സുഖമായിട്ട് കിട്ടും. തീർച്ചയായിട്ടും നമ്മളെ ഇലയിൽ ഇലയിൽ പൊള്ളിച്ചതിന് ശേഷം സിൽവറിൻ്റെ ഇതിൽ പൊളിഞ്ഞതാണ്. തീർച്ചയായിട്ടും നമുക്ക് ഓപ്പൺ ചെയ്യാം. നല്ല ചൂടാണ്. നമ്മൾ ഷെബി ബോസാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് തരുന്നത്. വായല നമ്മൾ മാറ്റിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് അത്
ഞാൻ തന്നെ ഒന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഒന്ന് പൊട്ടിച്ചെടുത്ത് ഒരു കഷ്ണം വായിൽ വെച്ചൊന്ന് കഴിച്ച് നോക്കി ഗൈസ്. വാവ്, വണ്ടർഫുൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ നല്ലൊരു അഭിപ്രായം തന്നെ. കേട്ടത് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞതാണ്. തീർച്ചയായിട്ടും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് ഗൈസ്. ഞാൻ ഫസ്റ്റ് ഒരു കഷ്ണം എടുത്ത് വായിലേക്ക് വെച്ച് നോക്കി. വാവ്, ഒന്നും പറയാനില്ല. അത് നമ്മുടെ നിസാർ ബോസിൻ്റെ ഒരു പ്രത്യേക വാക്യാണ്. ഒന്നും പറയാനില്ല. അദ്ദേഹം ഒന്നും പറയാനെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. കാരണം സൂപ്പർ എന്നാണ് അതിൻ്റെ അർത്ഥം, മോശം എന്നല്ല. നിസാർ ബോസ് പറഞ്ഞിരിക്കുകയാണ്. നിസാർ ബോസ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതാ ഒരു കഷ്ണം അദ്ദേഹത്തിൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടു. അദ്ദേഹം ഇപ്പോൾ ടേസ്റ്റ് ചെയ്യും ഇൻഷാ അല്ലാഹ്. അതിനുശേഷം നമ്മളോട് സ്ഥിരമായിട്ട് പറയുന്ന ഏക ഡയലോഗാണ് അദ്ദേഹം പറയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. നിസാർ ബോസ് ഒന്നല്ല രണ്ട്, കേട്ടോ, ടോപ്പ്, ഒന്നും പറയാനില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഡയലോഗാണ്. എന്ത് കഴിച്ചാൽ പറയും, ഒന്നും പറയാനില്ല. അപ്പോൾ സൂപ്പറാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷമീബായി കുറച്ച് ഗ്രേവിയൊക്കെ എടുത്ത് പൊറാട്ട കുട്ടി അടിക്കാനുള്ള പരിപാടിയിലാണ്. തീർച്ചയായിട്ടും വണ്ടർഫുള്ളാണ്. തേച്ചും കൂടെ വന്നാൽ നഷ്ടമാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. കാരണം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയ ഒരുവിധം 2-3 ഐറ്റംസ് ഞാൻ ചെയ്തു. ആ വാടുത്ത കിട്ടിക്കാച്ചി ആയിട്ട് വന്നിരിക്കുകയാണ്. വാവ്, ചെമ്മീൻ ഫ്രൈ, തവ ഫ്രൈ ആണ് കാണുന്നത് നിങ്ങൾ. തീർച്ചയായിട്ടും കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നാലും വേണ്ടിയില്ല. അൽഹംദുലില്ലാ, വളരെ സൂപ്പർ ആൻഡ് ഫാന്റാസ്റ്റിക്. ഇതിൻ്റെ വലിപ്പങ്ങൾ കണ്ടോ ഗൈസ്. ഒരു ചെമ്മീൻ 100 ഗ്രാം ഉണ്ടാവും. ഞങ്ങൾ 4 ഞങ്ങൾക്ക് 5 ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടുത്തെ 35 റിയാലാണ്. ഏകദേശം നമ്മുടെ നാട്ടിലൊരു 700-750 വില വരും. പക്ഷേ സാധനം സൂപ്പറാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ടേസ്റ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ഞാൻ വരുന്നത്.